Hi all, this is Angelit. Welcome to Study Table. Today we are going to see the third part of the chapter Earth and Biosphere. Okay, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ ഭാഗമാണ്. ഈ ചാപ്റ്ററിന്റെ അവസാനത്തെ എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു എന്തായിരുന്നു ഹൈഡ്രോസ്ഫിയർ, അതേപോലെ അമൂല്യമായ ശുദ്ധജലം അല്ലേ. എന്നാൽ ഈ ക്ലാസ്സിൽ നമുക്ക് നോക്കാം വാട്ടർ സ്കേർസിറ്റി. ഓക്കെ, വാട്ടർ സ്കേർസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ജലദൗർലഭ്യം. ഓക്കെ, you have understood that man's indiscreet interventions on nature leads to water scarcity. There is already a shortage of fresh water. Man's unscientific interventions make it all the more scarce. അതായത് പ്രകൃതിയിൽ മനുഷ്യന് വേഗരഹിതമായ ഇടപെടലുകൾ ജല ദൗർലഭ്യത്തിന് കാരണമാകുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ അല്ലേ. അപ്പം സ്വതവേ ദുർലഭമായ ഒന്നാണെന്ത്? നമ്മളുടെ ശുദ്ധജലം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അല്ലേ, ശുദ്ധജലം നമുക്ക് വളരെ കുറവാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യന്റെ അശാസ്ത്രീയമായ ഇടപെടലുകൾ കൊണ്ട് ശുദ്ധജലം തികച്ചും നമുക്ക് എന്താ കിട്ടാതെ ആയിരിക്കുകയാണ് അല്ലേ. Are the freshwater sources of your locality being polluted? Don't you want to know how these are polluted? Let us have a study on that. The project should include. അതായത് നിങ്ങളുടെ നാട്ടിലെ ശുദ്ധജല സ്രോതസ്സുകളൊക്കെ മലിനമാകപ്പെടുന്നുണ്ടോ? ഇവ എങ്ങനെയാണ് മലിനമാകപ്പെടുന്നതെന്ന് അറിയണ്ടേ? ഇതിനെ നമുക്കൊരു പഠനം നടത്താം. അപ്പോൾ പ്രോജക്റ്റിൽ എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? മേജർ സോഴ്സസ് ഓഫ് ഫ്രഷ് വാട്ടർ ഇൻ ദ റീജിയൻ, അതായത് നാട്ടിലെ പ്രധാന ശുദ്ധജല സ്രോതസ്സുകൾ, അതുപോലെ സോഴ്സസ് ഓഫ് പൊല്യൂഷൻ, അതായത് മലിനീകരണ ഉറവിടങ്ങൾ, പിന്നെ എഫക്ട്സ് ഓഫ് പൊല്യൂഷൻ ഓൺ മാൻ ആൻഡ് അതർ ആനിമൽസ്, അതായത് മലിനീകരണം മനുഷ്യരിലും മറ്റു ജീവജാലങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. പിന്നെയോ സൊല്യൂഷൻസ്, എന്താണ് ഇതിനുള്ള പരിഹാര നിർദ്ദേശങ്ങൾ. ഓക്കെ, നോക്കാം. പ്രൊട്ടക്ഷൻ ഓഫ് ഫ്രഷ് വാട്ടർ സോഴ്സസ് ഈസ് ഹൈലി എസെൻഷ്യൽ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഓൾ ലൈഫ് ഫോംസ് ഇൻക്ലൂഡിംഗ് മാൻ. അതായത് നമ്മളുടെ ശുദ്ധജല സ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടത് നാം ഉൾപ്പെടെയുള്ള സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് വളരെ അത്യന്താപേക്ഷിതമാണ്. ഓക്കെ, let us create awareness among the public regarding the need for protecting fresh water sources. Organize a march on water conservation under the leadership of your teacher. അതായത് ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധമുണ്ടാക്കാം. ഇതിനായി നിങ്ങൾ എന്ത് ചെയ്യണം? ടീച്ചറിന്റെ സഹായത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ജലസംരക്ഷണ ജാഥ നിങ്ങൾ നടത്തണം. ഓക്കെ, നമുക്ക് നോക്കാം സയന്റിഫിക് മോഡ്സ് ഓഫ് വാട്ടർ മാനേജ്മെന്റ്. അതായത് നമുക്ക് ശാസ്ത്രീയപരമായി ആ ജലപരിപാലനം ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഒന്ന്, പ്രൊമോട്ട് ടെറസ് ഫാമിംഗ്. എന്ത് ചെയ്യാം? നമുക്ക് കുന്നിൻ ചരിവുകളെ തട്ടുകളാക്കി നമുക്ക് കൃഷി ചെയ്യാം. കണ്ടോ, നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് ഫിഗർ 7.7 നിങ്ങൾ കാണുമല്ലോ. പിന്നെയോ കൾട്ടിവേറ്റ് ഫ്രൂട്ട് ബെയറിംഗ് ട്രീസ് ഇൻസ്റ്റെഡ് ഓഫ് ക്രോപ്സ് ലൈക്ക് കോക്കനട്ട് ആൻഡ് എയർക്കനട്ട് that have fibrous roots along the rocky hill slopes with shallow soil. അതായത് പാറകൾ നിറഞ്ഞതും മണ്ണിന് ആഴമില്ലാത്തതുമായ മലനിരകൾ നമ്മൾ എന്ത് ചെയ്യണം? തെങ്ങും കവുങ്ങും തുടങ്ങിയ നാരുവേരുകളുള്ള മരങ്ങൾക്ക് പകരം സ്ഥായിയായി നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ വേണം നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ടത്. ഓക്കെ, പിന്നെ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? അതിനു മുമ്പ് നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. എന്താണ് പറഞ്ഞേക്കുന്നത്? ക്വെഞ്ചിങ് ദ തേഴ്സ്റ്റ് ഓഫ് സോയിൽ. അതായത് എന്താ പറഞ്ഞേക്കുന്നത്? മണ്ണിന്റെ ദാഹം നമുക്ക് മാറ്റാം. എങ്ങനെ മാറ്റാം? മോസ്റ്റ് ഹൗസസ് ഹാവ് കോൺക്രീറ്റ് കോർട്ട്യാർഡ്സ്. സം പേവ് ദ കോർട്ട്യാർഡ്സ് വിത്ത് ടൈൽസ്. ദേ ആർ പെർമനന്റ്ലി ബ്ലോക്കിംഗ് ദ ചാൻസസ് ഓഫ് വാട്ടർ ടു പെർക്കുലേറ്റ് അണ്ടർഗ്രൗണ്ട്. അതായത് ഇപ്പോഴൊക്കെ നമ്മളുടെ വീട്ടിലെ പലരുടെയും വീടിൻ്റെ മുറ്റം എങ്ങനെയാണ്? കോൺക്രീറ്റ് ചെയ്യാറുണ്ട് അല്ലേ. ചിലർ എന്ത് ചെയ്യും? തറയോട് പാകുന്നു. ഇതിലൂടെ എന്താ സംഭവിക്കുന്നത്? ഭൂമിയിലേക്ക് വെള്ളം താഴ്ന്നിറങ്ങാനുള്ള ഒരു അവസരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എന്നേക്കുമായി അടച്ചു കളയുന്നത്. ഓക്കെ, പിന്നെയോ പെർക്കുലേറ്റ് അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം താഴുക. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ലേ റോക്ക് പീസസ്. ഗ്രാസ് ക്യാൻ ബി ഗ്രോൺ ഇൻ ദ സ്പേസസ് ബിറ്റ്വീൻ ദ റോക്ക് പീസസ്. ഇറ്റ് വിൽ ബി പ്ലീസിംഗ് ടു ദ ഐസ് ആൻഡ് ദെയർ വിൽ ബി നോ ഹിൻഡ്രൻസ് ഫോർ വാട്ടർ ടു പെർക്കുലേറ്റ്. അതായത് ഇങ്ങനെ നിങ്ങൾ കോൺക്രീറ്റ് ചെയ്യുന്നതിന് പകരം, ടൈലിടുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നോക്കി, അതിന് പകരം കരിങ്കല്ല് ചീളുകൾ നമുക്ക് പാകാം. നോക്കി, നമുക്ക് അവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് കരിങ്കല്ല് ചീളുകൾ പാകാം. അപ്പം അവയ്ക്കിടയിൽ നമുക്ക് എന്ത് ചെയ്യാം? പുല്ല് വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ കാഴ്ചയ്ക്ക് നല്ല ഭംഗി കാണും. അതുപോലെ വെള്ളത്തിന് മണ്ണിലേക്ക് താഴാനും തടസ്സം കാണത്തില്ല. ഹിൻഡ്രൻസ് എന്ന് പറഞ്ഞാൽ തടസ്സം. ഓക്കെ, പിന്നെ എന്തൊക്കെ പോയിന്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ശാസ്ത്രീയപരം നമുക്ക് എങ്ങനെയൊക്കെ ജലം പരിപാലിക്കാം? ഇൻസ്റ്റെഡ് ഓഫ് കോൺക്രീറ്റ് യൂസ് ലോക്കലി അവൈലബിൾ റോക്സ് ആൻഡ് വുഡ് ടു ക്രിയേറ്റ് ചെക്ക് ഡാം അലോങ് ഹിൽ സ്ലോപ്പ്. അതായത് മലഞ്ചെരിവുകളിലെ നീർച്ചാലുകളിൽ കോൺക്രീറ്റ് തടയണകൾക്ക് പകരം അതാതെടുത്ത് കിട്ടുന്ന കല്ല്, തടി മുതലായവ നമുക്ക് എന്ത് ചെയ്യാം? തടയണകൾ നിർമ്മിക്കുക. ഓക്കെ,
പിന്നെയോ കൺസ്ട്രക്ട് earthen wall ഫോർ സോയിൽ കൺസർവേഷൻ, അതായത് മണ്ണ് സംരക്ഷണ കയ്യാലകൾ നിർമ്മിക്കുക. അവോയ്ഡ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഇൻ കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ് ലൈക്ക് ടപ്പിയോക്ക, യാം എക്സെട്ര ഓൺ സ്റ്റീപ്പ് സ്ലോപ്സ് സിൻസ് ദീസ് ക്രോപ്സ് റിക്വയർ ഫ്രീക്വൻറ്റ് ടില്ലിംഗ്, അതായത് ചരിവ് കൂടുതലുള്ള പ്രദേശങ്ങൾ, ഓക്കെ, സ്ലോപ്പായിട്ടുള്ള പ്രദേശങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നിർമ്മാണ പ്രവർത്തനങ്ങളും അതുപോലെ കൺസ്ട്രക്ഷൻ വർക്കും അതുപോലെ മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ മണ്ണിന് ഇളക്കമുണ്ടാക്കുന്ന തരത്തിലുള്ള വിളകൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ കൃഷി ചെയ്യാൻ പാടില്ല. പ്ലാന്റ് ട്രീസ് ഓൺ ബാരൻ ലാൻഡ്, അതായത് തരിശായ ഇടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. ബാരൻ എന്ന് പറഞ്ഞാൽ തരിശായിട്ടുള്ള ഭൂമിയിൽ. ഡു നോട്ട് ഡംപ് ഹൗസ് ഹോൾഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഇൻ ടു വാട്ടർ ബോഡീസ്, പിന്നെ എന്ത് ചെയ്യണം, നമ്മളുടെ ഗാർഹികമായിട്ടുള്ള മാലിന്യങ്ങളും അതുപോലെ വ്യാവസായിക മാലിന്യങ്ങളൊന്നും നമ്മൾ ജലാശയങ്ങളിലേക്ക് ഒഴുക്കി വിടാതെ ഇരിക്കുക. അതുപോലെ പ്രൊട്ടക്ട് പാഡി ഫീൽഡ്സ്, പോൺസ്, ലേക്സ് ആൻഡ് റിവർ ബാങ്ക്സ് ഫ്രം റീക്ലമേഷൻ. പിന്നെന്താ പറയുന്നത്, വയലുകൾ, കുളങ്ങൾ, തടാകങ്ങൾ, നദീ തീരങ്ങൾ എന്നിവ നമ്മൾ എന്ത് ചെയ്യണം, മണ്ണിട്ട് നികത്താതെ നമ്മൾ സംരക്ഷിക്കുക. ഓക്കെ, അപ്പം യു മസ്റ്റ് ബി വണ്ടറിങ് വെദർ ദ above said activities are possible in our country. We have before us the example of Ralegan Siddhi of Maharashtra, a village with low rainfall which was made habitable by the activities of villagers. അപ്പോൾ നമുക്ക് ഇതൊക്കെ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ സാധ്യമാണോ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും അല്ലേ. പക്ഷെ നോക്കിയ ഒരു വലിയൊരു ഉദാഹരണമാണ് നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ മഴ കുറഞ്ഞ ഒരു ഗ്രാമമാണ് എന്ത്, റാലേഗാൻ സിദ്ധി. ഓക്കെ, അവിടുത്തെ മനുഷ്യരുടെ പ്രവർത്തനം കാരണം എന്ത് സംഭവിച്ചു, ആ ഗ്രാമത്തെ വാസയോഗ്യമായി മാറ്റിയ ഒരു അനുഭവ പാഠം നമുക്കിന്ന് നമ്മുടെ മുന്നിലുണ്ട്. നമുക്കൊന്ന് നോക്കാം. സക്സസ് സ്റ്റോറി ഓഫ് റാലേഗാൻ സിദ്ധി. Ralegan Siddhi is a small village in the Ahmednagar district of Maharashtra. It is an average annual rainfall of less than 50 cm. That too is irregular. അതായത് മഹാരാഷ്ട്രയിലെ അഹമ്മദ്നഗർ ജില്ലയിൽപ്പെട്ട റാലഗൻ സിദ്ധ എന്ന ഒരു ചെറു ഗ്രാമമാണ്. അവിടെ വർഷത്തിൽ ശരാശരി അവർക്ക് 50 സെന്റിമീറ്റർ താഴെ മാത്രമാണ് അവർക്ക് എന്ത് ലഭിക്കുന്നത്, മഴ ലഭിക്കുന്നത്. ഓക്കെ, അതുപോലും അവർക്ക് കറക്റ്റായിട്ട് അവർ കിട്ടുന്നത് ഇറഗുലർ ആണ്. ഓക്കെ, ഗ്രൗണ്ട് വാട്ടർ ലെവൽ മോർ ദാൻ 20 മീറ്റർ ബിലോ ദ സർഫേസ് വെൽസ് that start drying when the summer begins, severe water scarcity, high rate of soil erosion, lack of vegetative cover, unstable agricultural production due to the dependence on rainfall, unemployment and poverty were the story of Ralegan Siddhi till 1975. കണ്ടോ, 1975 മുൻപുള്ള റാലഗൻ സിദ്ധിയുടെ ചരിത്രം എന്താണ്, അവിടെ ഉപരിതലത്തിൽ നിന്നും 20 മീറ്ററിലധികം താഴെയുള്ള ഭൂഗർഭ ജലനില വേനൽ ആരംഭിക്കുന്നതോടെ എന്ത് പറ്റും, അവിടുത്തെ കിണറുകളൊക്കെ വറ്റും. പിന്നെ അവിടെ ഭയങ്കര കടുത്ത ജലക്ഷാമമായിരിക്കും. അതുപോലെ ഉയർന്ന തോതിലുള്ള മണ്ണൊലിപ്പുണ്ട്. പിന്നെ അവിടെ സസ്യാവരണമില്ലായ്മയാണ്. പിന്നെ മഴയെ മാത്രം ആശ്രയിക്കുന്നതുകൊണ്ട് അവിടെ എന്താണ്, സ്ഥിരമായിട്ട് അവർക്ക് കാർഷിക വിളവുകളൊന്നുമില്ല. തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, ഇതൊക്കെയായിരുന്നു അവരുടെ 1975 മുൻപുള്ള റാലഗൻ സിദ്ധിയുടെ ചരിത്രം. പിന്നീട് ഇവിടെ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. ശ്രീ ബാബുറാവ് ഹസാരെ, who retired from military services in 1975, organized the village youth for the development of Ralegan Siddhi. He created public awareness on various agricultural development projects of the government. He searched for better agricultural practices and tried discussing them with the villagers. അതായത് 1975 സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ച് നാട്ടിലെത്തിയ ആളാണ് ആര്, ശ്രീ ബാബു റാവു ഹസാരെ. അദ്ദേഹം എന്ത് ചെയ്തു, ഗ്രാമീണരായ യുവാക്കളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നാടിൻ്റെ വികസനത്തിനായി അദ്ദേഹം മുന്നിട്ടിറങ്ങി. ഓക്കെ, അതുപോലെ കാർഷിക വൃത്തി പരിപോഷിപ്പിക്കുന്നതിനായി അദ്ദേഹം എന്ത് ചെയ്തു, സർക്കാർ നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം ജനങ്ങളെ എന്ത് ചെയ്തു, ബോധവൽക്കരിച്ചു. ഓക്കെ, ഒപ്പം കൃഷി മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ മാർഗങ്ങൾ അന്വേഷിക്കുന്നതിനും അവ കൂട്ടായി ചർച്ച ചെയ്യുകയും ശ്രമിച്ചു. It was then decided to cultivate onions instead of sugarcane, which require more water. They discouraged the construction of private wells. Instead, importance was given to public wells. അതായത് അമിതമായ ജലം ആവശ്യമുള്ള കരിമ്പിന് പകരം അവരെന്ത് വിചാരിച്ചു, ഉള്ളി തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ സ്വകാര്യ കിണറുകൾ കുഴിക്കുന്നതിന് അവർ നിരുത്സാഹപ്പെടുത്തി. പകരം എന്ത് ചെയ്തു, പൊതു കിണറുകൾക്ക് അവർ പ്രാധാന്യം നൽകി. ഓക്കെ, today the village has 7 public wells and plenty of water. They have minor irrigation projects to supply water all over the village. People planted a lot of trees throughout the village. ഇന്ന് അവിടെ ഇപ്പം നമ്മളവിടെ പോയി അവിടെ എത്രയുണ്ട്, ഇന്ന് അവർക്ക് 7 പൊതു കിണറുകൾ ഉണ്ട്. ഇവയിൽ ഇഷ്ടം പോലെ വെള്ളവും അതുപോലെ ഗ്രാമത്തിൽ എവിടെയും വെള്ളം എത്തിക്കാനുള്ള ചെറുകിട ജലസേചന സംവിധാനങ്ങളും അവർക്ക് ഉണ്ട്. ഓക്കെ,
Soil conservation has become a part of their life today. The village has an intermediate college, schools, cooperative societies, and other facilities. Now, Ralagan Siddhi is a story of success. അതായത് മണ്ണ് സംരക്ഷണം അവരുടെ ജീവിതത്തിന് തന്നെ ഒരു ഭാഗമായി തീർന്നിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ ജനങ്ങൾ ഗ്രാമത്തിലെമ്പാടുമായി ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. ഇന്നിവിടെ എന്തുണ്ട്? ഒരു ഇന്റർമീഡിയറ്റ് കോളേജ് ഉണ്ട്, പിന്നെ സ്കൂൾസ് ഉണ്ട്, അതുപോലെ സഹകരണ സംഘങ്ങളുണ്ട്, പിന്നെയോ മറ്റ് ജീവിത സൗകര്യങ്ങളും ഇവയൊക്കെ അവിടെ നമുക്ക് കാണാം. ഇപ്പം റാലഗൻ സിദ്ധിയെ കുറിച്ച് പറയുമ്പോൾ എന്താണ്? അവിടുത്തെ ഒരു സക്സസ് സ്റ്റോറിയാണ് നമുക്കിപ്പോൾ അവിടെ പറയാനുള്ളത് അല്ലേ. നെക്സ്റ്റ് നമുക്ക് നോക്കാം അറ്റ്മോസ്ഫിയർ, വായുമണ്ഡലം. ഓക്കെ, അറ്റ്മോസ്ഫിയർ ഇസ് എ ലെയർ ഓഫ് എയർ വിച്ച് പ്രൊട്ടക്ട്സ് ദ എർത്ത് ലൈക്ക് എ ബ്ലാങ്കറ്റ്. In addition to gases like nitrogen and oxygen, atmosphere also contains dust particles and water vapor. അതായത് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ വായുമണ്ഡലം എന്ന് പറയുന്ന എന്തിനെയാണ്? ഭൂമി ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന വാതക പാളിയാണ് എന്ത്? വായുമണ്ഡലം. ഓക്കെ, അല്ലെങ്കിൽ അന്തരീക്ഷം എന്ന് പറയും. നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ വാതകങ്ങൾ കൂടാതെ പൊടിപടലങ്ങളും അതുപോലെ നീരാവിയും എവിടെയുണ്ട്? അന്തരീക്ഷത്തിലുണ്ട്. ഓക്കെ, എനിത്തിങ് ദാറ്റ് ബ്രിങ്സ് ചേഞ്ചസ് ടു ദ നാച്ചുറൽ കോമ്പോസിഷൻ ഓഫ് എയർ ഇസ് എ പൊല്യൂട്ടന്റ്. അതായത് വായുവിന്റെ സ്വാഭാവിക സംരചനയ്ക്ക് മാറ്റമുണ്ടാക്കുന്ന തരത്തിൽ അതിൽ കലരുന്ന എന്തും എന്താണ്? വായു മലിനീകരണം ആണ്. ഓക്കെ, അപ്പം എയർ പൊല്യൂഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. എയർ ഇസ് എസെൻഷ്യൽ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഓൺ ദി എർത്ത്. ഫ്രം ദ ഡയഗ്രാംസ് ഗിവൻ ബിലോ അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറെന്റ് വേസ് ബൈ വിച്ച് ദ അറ്റ്മോസ്ഫിയർ ഇസ് യൂസ്ഫുൾ ടു അസ്. അതായത് അന്തരീക്ഷം നമുക്ക് ഏതെല്ലാം വിധത്തിൽ പ്രയോജനപ്പെടുത്താമെന്ന് നമുക്ക് താഴെ കൊടുത്തിട്ടുള്ള ചിത്രം നമുക്ക് നിരീക്ഷിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് വായു നമുക്ക് കൂടിയേ തീരൂ. ഓക്കെ, അപ്പൊ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് എന്തൊക്കെയാണ് ലഭിക്കുന്നത്? ഓക്സിജൻ നമുക്ക് കിട്ടുന്നു. അതേപോലെ റീസൺസ് ഫോർ ക്ലൈമറ്റിക് ഫിനോമിന ലൈക്ക് റെയിൻ ആൻഡ് സ്നോ, മഞ്ഞും മഴയും ഒക്കെ അങ്ങനെയൊക്കെയുള്ള കാലാവസ്ഥ പ്രതിഭാസങ്ങൾക്ക് കാരണം എന്താണ്? ഈ അന്തരീക്ഷമാണ്. പിന്നെയോ പ്രൊട്ടക്ഷൻ ഫ്രം ഹാംഫുൾ അൾട്രാവയലറ്റ് ആൻഡ് ഗാമ റേസ്, അതായത് ഹാനികരമായ അൾട്രാവയലറ്റ്, ഗാമ തുടങ്ങിയ രശ്മികളിൽ നിന്ന് നമുക്ക് സംരക്ഷണം എന്ത് നൽകുന്നു? അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് നൽകുന്നത്. അതുപോലെ കാർബൺ ഡയോക്സൈഡ് റിക്വയർഡ് ഫോർ പ്ലാന്റ്സ്, സസ്യങ്ങൾക്ക് ആവശ്യമായ കാർബൺ ഡയോക്സൈഡ് അവർക്ക് അന്തരീക്ഷത്തിൽ തന്നെയാണ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പം യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ. ക്യാൻ യു നെയിം സം ആക്ടിവിറ്റീസ് ഓഫ് മാൻ ദാറ്റ് ലീഡ് ടു എയർ പൊല്യൂഷൻ? അതായത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അന്തരീക്ഷത്തിന്റെ പ്രാധാന്യം. അതുപോലെ മനുഷ്യന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന നിങ്ങൾക്ക് എഴുതാൻ കഴിയുമോ? ഒന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഗ്യാസസ് യൂസ്ഡ് ഇൻ റെഫ്രിജറേറ്റേഴ്സ്, അതായത് നമ്മളുടെ ഫ്രിഡ്ജിലൊക്കെ ഉപയോഗിക്കുന്ന വാതകങ്ങൾ എങ്ങനത്തെ ആയിരിക്കും? അതിലൂടെ എന്ത് സംഭവിക്കുന്നത്? എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നു. പിന്നെ നിങ്ങൾക്ക് പോയിന്റ് ചേർക്കാം. ഓക്കെ, എങ്ങനെയൊക്കെ ചേർക്കാം? വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുക, ഫാക്ടറീസിലെ പുക, ഇങ്ങനെയൊക്കെ നമുക്ക് പല കാര്യങ്ങളിലും ചേർക്കാം. ഓക്കെ, മെനി ഹാർംഫുൾ ഗ്യാസസ് ആൻഡ് കെമിക്കൽസ് റീച്ച് ദ അറ്റ്മോസ്ഫിയർ ഫ്രം ഇൻഡസ്ട്രീസ് ആൻഡ് വെഹിക്കിൾസ്. സച്ച് ആക്ടിവിറ്റീസ് വിച്ച് ചേഞ്ച് ദ നാച്ചുറൽ കമ്പോസിഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ വിൽ എഫക്ട് ദ വെരി എക്സിസ്റ്റൻസ് ഓഫ് മാൻ. അതായത് വ്യവസായശാലകൾ, വാഹനങ്ങൾ എന്നിവയിൽ നിന്നും വൻ തോതിലാണ് നിരവധി മാരകമായ രാസവസ്തുക്കളും വാതകങ്ങളും വായുവിൽ കലരുന്നത്. ഓക്കെ, അതായത് കെമിക്കൽ എല്ലാം എവിടെ എത്തുന്നത്? ഈ ഹാംഫുൾ ആയിട്ടുള്ള മാരകമായിട്ടുള്ള രാസവസ്തുക്കളൊക്കെ എവിടെ എത്തുന്നത്? നമ്മുടെ അറ്റ്മോസ്ഫിയർ ഇങ്ങനെ കലർന്നു ചേരുക അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? സച്ച് ആക്ടിവിറ്റീസ് വിച്ച് ചേഞ്ച് ദ നാച്ചുറൽ കമ്പോസിഷൻ, ഇങ്ങനെയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യണം? മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ഇത് ബാധിക്കും. ഓക്കെ, നോക്കാം ഓക്സിജൻ പാർലേഴ്സ്. എന്തിനാണ് നമ്മൾ ഓക്സിജൻ പാർലറുകൾ എന്ന് പറയുന്നത്? For many years, this facility has been in existence in Japan. Those who enter this parlor can breathe clean, fresh air. നോക്കിക്കേ, ജപ്പാനിലെ നഗരങ്ങളിൽ കുറേ വർഷങ്ങളായി നിലവിലുള്ള ഒരു സംവിധാനമാണെന്ത്? ഓക്സിജൻ പാർലർ. എന്താണിത്? ഈ പാർലറിനുള്ളിൽ കയറുന്ന ഏതൊരാൾക്കും എന്ത് ചെയ്യാം? ശുദ്ധമായ വായു ശ്വസിക്കാം. Delhi city has huge machines which pump fresh air into the atmosphere. Why does the urban administration take such measures? അതായത് ഡൽഹി പട്ടണത്തിൽ എന്തുണ്ട്? അവിടെ ആ നഗരത്തിൽ അന്തരീക്ഷത്തിലേക്ക് ശുദ്ധവായു പമ്പ് ചെയ്യുന്ന വലിയ ഹ്യൂജ് കൂറ്റൻ യന്ത്രങ്ങൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ, നഗര ഭരണകൂടം ഇത്തരം നടപടികളിലേക്ക് കടക്കേണ്ടി വന്നത് എന്തുകൊണ്ടായിരിക്കാം? യെസ്, പൊല്യൂഷൻ കൊണ്ടായിരിക്കാം അല്ലെ. എയർ പൊല്യൂഷൻ കൊണ്ടായിരിക്കുമല്ലോ. നോക്കാം, കളക്ട് ഇൻഫർമേഷൻ റിഗാർഡിംഗ് യൂസിംഗ് മെത്തേഡ്സ് ടു റെഡ്യൂസ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ. യൂസിംഗ് ദ ഇൻഫർമേഷൻ കണ്ടക്ട് എ സെമിനാർ ഇൻ ദ ക്ലാസ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം? അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനാവശ്യമായ നടപടികളെക്കുറിച്ച് വിവരശേഖരണം നടത്തണം. അതുപോലെ ശേഖരിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങൾ ക്ലാസ്സിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് നമുക്ക് നോക്കാം ബയോസ്ഫിയർ. ഓക്കെ, എന്താണ് ജൈവമണ്ഡലം? എന്താണ് ബയോസ്ഫിയർ?
Biosphere includes all living things on the earth. Biosphere exists because of the interaction of lithosphere, hydrosphere and atmosphere. അതായത് ബയോസ്ഫിയർ അല്ലെങ്കിൽ ജൈവമണ്ഡലം എന്ന് പറയുന്നത് എന്താണ്? അത് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് എന്ത്? ഈ ജൈവമണ്ഡലം. ഓക്കെ, ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നീ 3 മണ്ഡലങ്ങളുടെയും പരസ്പര പ്രവർത്തനങ്ങളുടെ ഫലമാണ് എന്ത്? ജൈവമണ്ഡലം. ഓക്കെ, അതിന്റെ നിലനിൽപ്പാണ്. You must have understood that even small changes in the lithosphere, hydrosphere and atmosphere will have huge impact on human life. അതായത് ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നിവയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും എന്ത് സംഭവിക്കുക? മനുഷ്യജീവിതത്തിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? അപ്പം കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ആൻഡ് മിനറൽസ് ആർ എസെൻഷ്യൽ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് പ്ലാന്റ്സ്. Among these, carbon dioxide is obtained from the atmosphere, minerals from the lithosphere and water from the hydrosphere. അതായത് സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങളാണല്ലോ എന്ത്? കാർബൺ ഡയോക്സൈഡും ജലവും ധാതു ലവണങ്ങളും തുടങ്ങിയവ അല്ലേ? അപ്പം ഇതിൽ കാർബൺ ഡയോക്സൈഡ് അവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അന്തരീക്ഷത്തിൽ നിന്നാണ് കിട്ടുന്നത്. അതുപോലെ ധാതു ലവണങ്ങൾ അവർക്ക് ശിലാമണ്ഡലത്തിൽ നിന്നും ആണ് കിട്ടുന്നത്. ജലമണ്ഡലത്തിൽ നിന്നുമാണ് അവർക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പം ഇഫ് എനി ഓഫ് ദീസ് ഫാക്ടേഴ്സ് വാസ് എക്സ്ക്ലൂഡഡ്, would plant life have existed on earth? Is it possible to imagine a world without plants? അതായത് ഇതിൽ ഏതെങ്കിലും ഒരു ഘടകം ഒഴിച്ചു നിർത്തിയാൽ ഭൂമിയിൽ സസ്യങ്ങൾ ഉണ്ടാകുമായിരുന്നോ? ചിന്തിച്ചു നോക്കിയേ. സസ്യങ്ങളില്ലാത്ത ഭൂമിയെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ലല്ലേ. Man's indiscriminate actions will have serious impact on lithosphere, hydrosphere, atmosphere and biosphere. അതായത് നമ്മളുടെ വിവേകരഹിതമായ പ്രവൃത്തികൾ എന്ത് സംഭവിക്കും? സ്ഥല, ജല, വായു, ജൈവ മണ്ഡലങ്ങൾക്ക് കനത്ത ആഘാതം ഏൽപ്പിക്കുന്നു അല്ലേ? ഇത് ഒട്ടനവധി പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. നമ്മളുടെ എല്ലാ ഇങ്ങനത്തെ പ്രവൃത്തികളൊക്കെ ഒത്തിരി നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നു. ലെറ്റ് us take a look at some of the natural disasters that occur in our state and the measures to be taken on such occasions. നമ്മുടെ സംസ്ഥാനത്ത് നടന്ന അങ്ങനെ കുറെ പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതിനു മുൻപ് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് സിസ്റ്റംസ് ഫോർ ദ പ്രിവെൻഷൻ ആൻഡ് റിസ്ക് റിഡക്ഷൻ ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. അതായത് ഇതുപോലത്തെ പ്രകൃതി ദുരന്തങ്ങളെ തടയാൻ വേണ്ടി ഗവൺമെന്റ് തലത്തിൽ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? ഒന്ന്, കേരള റവന്യൂ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതേപോലെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട്? ഹസാർഡ്, വൾനറബിലിറ്റി ആൻഡ് റിസ്ക് അസസ്മെന്റ് സെല്ലുണ്ട്. പിന്നെ ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവരെല്ലാം ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന ടീമുകൾ, ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ഓക്കെ, ലാൻഡ്സ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഉരുൾപൊട്ടൽ. ഓക്കെ, ലാൻഡ്സ്ലൈഡ് ഇസ് ദ ഫാസ്റ്റ് ഡൗൺ സ്ലോപ്പ് മൂവ്മെന്റ് ഓഫ് റോക്ക്, സോയിൽ ആൻഡ് മഡ് അലോങ് ദ സ്റ്റീപ്പ് സ്ലോപ്സ്. നോക്കിയേ, ചിത്രം 7.10 നമുക്ക് കാണാം. എന്താ? കുത്തനെ ചരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസമാണ് എന്ത്? ലാൻഡ്സ്ലൈഡ് അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ. വെൻ സോയിൽ ലൂസസ് ഇറ്റ്സ് ഹോൾഡ്, അതായത് അടി തെറ്റിയാൽ മണ്ണിന് എന്താ സംഭവിക്കുന്നത്? നോക്കി, 2001 അമ്പൂരി, തിരുവനന്തപുരം ജില്ലയിൽ ഉള്ള അമ്പൂരി എന്ന സ്ഥലത്തിൽ എന്താ നടന്നത്? അവിടെ ഉരുൾപൊട്ടിയല്ലേ? നോക്കി. അതേപോലെ 2001 ഇടുക്കി ജില്ലയിൽ വെണ്ണിയാനി, ചീയപ്പാറ 2013, 2012 വേറെ എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ പുല്ലൂരാമ്പാറ. കണ്ടോ? ഇങ്ങനെ ഉരുൾപൊട്ടലുകൾ പശ്ചിമഘട്ടത്തിൽ തുടർക്കഥയാവുകയാണ്. കണ്ടോ? ഇങ്ങനെ നമ്മളുടെ വെസ്റ്റേൺ ഗാർഡ്സിൽ ഒരു കോമൺ ഒക്കറൻസ് ആണ് എന്ത്? ലാൻഡ്സ്ലൈഡ്. മോസ്റ്റ് ഓഫ് ദിസ് ഒക്കർ ആസ് എ റിസൾട്ട് ഓഫ് മാൻസ് അൺസയന്റിഫിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നേച്ചർ. കൂടുതലും എന്തുകൊണ്ടായി ഉരുൾപൊട്ടുന്നത്? പ്രകൃതിയിൽ മനുഷ്യന്റെ അശാസ്ത്രീയമായ ഇടപെടലുകളാണ് ഈ ഉരുൾപൊട്ടലുകൾ മിക്കതിനും കാരണം. ഓക്കെ, വെൻ ലാൻഡ്സ്ലൈഡ്സ്. അടുത്ത ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഉരുൾപൊട്ടൽ ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം? മൂവ് ടു സേഫ് എ പ്ലേസ് ആസ് ഏർലി ആസ് പോസിബിൾ. എത്രയും വേഗം നമ്മൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം. അതുപോലെ ഗിവ് പ്രയോറിറ്റി ടു സ്മോൾ ചിൽഡ്രൻ, ഏജ്ഡ് പീപ്പിൾ ആൻഡ് പേഴ്സൺസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റി ഡ്യൂറിംഗ് റെസ്ക്യൂ ഓപ്പറേഷൻ. ചെറിയ കുട്ടികൾ, വൃദ്ധർ, അതേപോലെ ശാരീരിക ആവശ്യതകൾ അനുഭവിക്കുന്നവർ നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ളവർക്ക് രക്ഷയ്ക്ക് മുൻഗണന നൽകണം. പിന്നെയോ ഗിവ് ഫസ്റ്റ് എയ്ഡ് ടു ഇൻജേർഡ് പീപ്പിൾ. പരിക്കേറ്റവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകുക. അതുപോലെ ബി കോഷ്യസ് ഫോർ ദ പോസിബിലിറ്റി ഓഫ് റിക്കറൻസ് ഓഫ് ലാൻഡ്സ്ലൈഡ്. അതായത് വീണ്ടും ഉരുൾപൊട്ടാൻ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. കോൺടാക്ട് പോലീസ്, ആംബുലൻസ് സർവീസസ് എക്സെട്ര. പോലീസും ആംബുലൻസും തുടങ്ങിയ ഏജൻസികളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബന്ധപ്പെടണം. ടേക്ക് പ്രിക്കോഷൻസ് ടു അവോയ്ഡ് ഇലക്ട്രിക് ഷോക്ക്. അതേപോലെ വൈദ്യുതാഘാതം ഏൽക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകളും എടുക്കണം. ഓക്കെ, ഇനി ഫ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളപ്പൊക്കം അല്ലേ?
സർപ്ലസ് വാട്ടർ ഡ്യൂറിങ് ദ മൺസൂൺസ് കോസസ് ഓവർഫ്ലോയിങ് ഓഫ് റിവേഴ്സ് ലീഡിങ് ടു ഫ്ലഡ്സ്. അതായത് മഴക്കാലത്ത് നദികൾക്ക് ഉൾക്കൊള്ളാനാവാത്തത്ര ജലം ഒഴുകിയെത്തുമ്പോഴാണ് എന്ത്, അവ കരകവിഞ്ഞൊഴുകാറുണ്ടല്ലേ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. ടു ടാക്കിൾ ഫ്ലഡ്സ്, അതായത് വെള്ളപ്പൊക്കത്തെ നമുക്ക് എങ്ങനെ നേരിടാം, എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം. ഡു നോട്ട് കൺസ്ട്രക്ട് ഹൗസസ് വെരി ക്ലോസ് ടു റിവേഴ്സ്, അതായത് പുഴയോട് ചേർന്ന് നമ്മൾ എന്ത് ചെയ്യില്ല, പ്രദേശത്ത് വീട് വെക്കരുത്. പിന്നെയോ ഡു നോട്ട് വെഞ്ചർ ഇൻ ടു റിവേഴ്സ് ഡ്യൂറിങ് റെയിനി സീസൺ, മഴക്കാലത്ത് പുഴയിൽ ഇറങ്ങരുത്. പാഡി ഫീൽഡ്സ് ആർ പ്ലേസസ് ഫോർ പെർക്കുലേഷൻ ഓഫ് റെയിൻ വാട്ടർ, അവോയ്ഡ് റീക്ലമേഷൻ, അതായത് വയലുകൾ വെള്ളത്തിന് താഴ്ന്നിറങ്ങാനുള്ള ഇടമാണ്, അവ എന്ത് ചെയ്യരുത്, റീക്ലെയിം ചെയ്യരുത്, അതായത് മണ്ണിട്ട് മൂടരുത്. പീപ്പിൾ റിസൈഡിങ് ഇൻ കോസ്റ്റൽ ഏരിയ ഷുഡ് ബി മോർ കെയർഫുൾ ഡ്യൂറിങ് റെയിനി സീസൺ. വാല്യുബിൾ ഷുഡ് ബി ഷിഫ്റ്റഡ് ടു എലിവേറ്റഡ് പ്ലേസസ്, അതായത് തീരത്ത് താമസിക്കുന്നവർ മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റണം. പിന്നെയോ കട്ട് ഓഫ് ദ ഇലക്ട്രിക് കണക്ഷൻസ് ഇഫ് ദ വാട്ടർ ലെവൽ റൈസസ്, വെള്ളം കയറുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വൈദ്യുത ബന്ധം വിച്ഛേദിക്കണം. ഓക്കെ, നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ എനി വൺ ഓഫ് ദ ത്രീ സ്പിയേഴ്സ് വിൽ എഫക്ട് സീരിയസ്ലി ദ അതർ ആസ് വെൽ. മാൻസ് ഇന്റർവെൻഷൻ ഓൺ ദീസ് സ്പിയേഴ്സ് ഷുഡ് ബി മെയ്ഡ് വെരി കെയർഫുള്ളി. Otherwise, this beautiful world with such diverse life forms would become uninhabitable. Each one of us should be aware of this. അതായത് ഈ ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നിവയിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിന് ഉണ്ടാകുന്ന ആഘാതങ്ങൾ എന്ത് ചെയ്യും, മറ്റു മണ്ഡലങ്ങളെയും ബാധിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഓരോ മണ്ഡലങ്ങളിലും മനുഷ്യർ ശ്രദ്ധാപൂർവം വേണം ഇടപെടുവാൻ. അല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കും, പ്രകൃതി നാം ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന ഈ സുന്ദരമായ ലോകം നമുക്ക് വസിക്കാൻ കഴിയാത്ത ഒരിടമായി മാറും. ഓക്കെ, അങ്ങനെ ഒരു തിരിച്ചറിവ് നാം ഓരോരുത്തർക്കും ഇപ്പോൾ വളരെ ആവശ്യമാണ്, നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിലൂടെ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ കീപ് വാച്ചിങ്. അതേപോലെ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, ഒപ്പം ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.